അരിയാട്ടുമാരി. ഓ കറങ്ങി കറങ്ങി ഈ കല്ല് ചെറുതാവും, കുഴി ഇങ്ങനെ വലുതായി. നല്ല ഒഴുക്കുള്ള സമയത്ത് ഇവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു ചമ്മന്തി ആയിട്ട് ചൂസ് ആയിട്ട് ഇറങ്ങി വരാന്ന് എനിക്ക് ഒരു കിണറുകളും കാഴ്ചകളായോ. അയ്യോ ഇതോ ഇതിന്റെ കണക്ഷൻ ആയിട്ട് ഉള്ളിലേക്ക് ഒരു ഗുഹ പോലെ അങ്ങോട്ടുണ്ടല്ലേ. എഴുതി വീഴാണെങ്കിൽ വെള്ളത്തിന്റെ ഫോഴ്സിൽ നമ്മള് അടിച്ചങ്ങോട്ട് നമുക്ക് കിണറിന്റെ ആഴം എന്നാണേലും ഈ ഒരു കുഴിക്കുണ്ട്. അപ്പം കാല് വെടുത്ത് ഇവിടേക്ക് വീഴാണെങ്കിൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത ഇരിക്കുന്ന മരണ കിണറുകൾ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. ശരിക്കും ഒരു ഭീകര ഒരു അന്തരീക്ഷമാണ് കേട്ടോ ശരിക്കും ഇത് കാണുമ്പോ. പ്രകൃതി സ്നേഹികൾക്ക് ഒത്തിരി അധികം ഇഷ്ടപ്പെടുന്ന പുഴകൾ പോരടിക്കുന്ന പാണേലിപ്പൂരിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പം പാണേലിപ്പൂരിലേക്ക് സ്വാഗതം. ഇങ്ങോട്ടുള്ള എൻട്രി നല്ല രസമുണ്ട് കേട്ടോ. ഈ വഴിയൊക്കെ കല്ലുകൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു എൻട്രിയാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. സൂപ്പർ ആയിട്ടുണ്ട്. ഞങ്ങൾ പെർ ഹെഡ് 50 രൂപയുടെ എൻട്രി ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയേക്കുന്നത്. ഇവിടെ ഏകദേശം ടിക്കറ്റ് വരുന്നത് കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 50 രൂപയും എൻട്രി ഫീയും. പിന്നെ പാർക്കിങ്ങിന് വേറെ തന്നെ ഫീസുണ്ട്. പാർക്കിങ്ങിൽ എനിക്ക് തോന്നുന്നു 3 വീലറിന് 20 രൂപയോളം വരും. കാറൊക്കെ വരുമ്പോഴത്തേക്ക് 30 രൂപയും. 2 വീലർ ആണെന്നുണ്ടെങ്കിൽ 10 രൂപയ്ക്ക് പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടന്ന് കയറി വരാമെന്നാണ്. നടക്കാനാണെങ്കിൽ കുറച്ച് അധികം നടക്കാനുണ്ട് കേട്ടോ. ഏകദേശം 1.5 കിലോമീറ്ററോളം കാടിന്റെ നടുവിൽ കൂടെ നടക്കണം എന്നാണ് കേട്ടത്. ആക്ച്വലി ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂരിന്ന് ഏകദേശം ഒരു 20-23 കിലോമീറ്ററോളം വരും പെരുമ്പാവൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. പെരിയാറിന്റെ പല കഴിവഴികൾ വന്നിട്ട് ഒന്നിച്ച് ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ ഇവരൊക്കെ കൂടെ അങ്ങ് പോരടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം അവിടെ ഉണ്ടാകുന്ന ആ കല്ലുകളിൽ കൂടെയൊക്കെ ഈ വെള്ളം കയറി ഇറങ്ങി ഒഴുകുമ്പം ശരിക്കും അവിടെ ഒരു ഫൈറ്റ് നടന്നിട്ട് ഉണ്ടായ പേരാണ് ഈ പാണിയേലിപ്പോര്. അപ്പം ഇതിന്റെ കുറെ അധികം വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അകത്തേക്ക് പോവാം. ഇതിലെ കൂടെ നടക്കുമ്പോഴേ നമുക്ക് ദൂരെ നിന്ന് ആ പുഴയുടെ ഒച്ച കേൾക്കാം കേട്ടോ. ഇടയ്ക്ക് ഈ കിളികളുടെ കലകല ആരവങ്ങളും ഈ കാറ്റടിച്ച് ഇലകൾ ആടുന്നതും ഒക്കെ കൂടെ കേട്ടിങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. നല്ല മഴയുള്ള സമയത്ത് ആക്ച്വലി ഇത് നമുക്ക് പകുതി റൂട്ട് വരെ എത്താൻ പറ്റത്തുള്ളൂ. അവിടെ പാണിയേലിപ്പോരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പുഴ, അവിടുത്തെ ആ ഒരു പുഴ ക്രോസ് ചെയ്ത് ഒരു ചെറിയ പാലം പോലെ നിർമ്മിച്ചിരിക്കുന്ന അത് ക്രോസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് എത്തി കുറച്ചധികം മുന്നോട്ടും കൂടെ നടന്നു കഴിഞ്ഞാലാണ് ശരിക്കും ഈ പറയുന്ന പുഴകൾ മല്ലടിക്കുന്ന ആ പോയിന്റിൽ നമുക്ക് എത്താൻ പറ്റുന്നത്. ഇതിന് മുന്നേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഏകദേശം ഒരു മഴയുടെ സമയമൊക്കെ ആയതുകൊണ്ട് ഏകദേശം ഒരു ജൂലൈ സമയത്ത് മറ്റോ ആയിരുന്നു നമ്മൾ മുന്നേ പോയത്. അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പകുതി വരെ എത്താൻ പറ്റുള്ളൂ. അപ്പം ഇത്തവണ അവർ പറഞ്ഞത് നമുക്ക് അവിടേക്ക് പാലം വെച്ചിട്ടുണ്ട്, ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കാം. വലിയ ഒഴുക്കൊന്നുമില്ല, അത്യാവശ്യം കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പം അവിടെ ഉള്ളത്. അപ്പം എന്ത് കൂളുള്ള അറ്റ്മോസ്ഫിയർ ആണെന്ന് പറഞ്ഞാലും ആൾക്കാർ ആരും ആ വെള്ളത്തിൽ പോയി ഇറങ്ങി കുളിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ബിക്കോസ് അവിടെ എല്ലാം നല്ല വഴുക്കലൊക്കെ ആയിട്ടിരിക്കുമായിരിക്കും. തന്നെയല്ല ഇവിടെ ആഴം കൂടുതലുള്ള എവിടെയാണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. കുറേ അധികം അപകടങ്ങളും ആക്സിഡന്റുകളും വെള്ളത്തിൽ മുങ്ങി മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം വരെ ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 90ഓളം ആൾക്കാരാണ് ഇവിടെ വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടുള്ളത്. അപ്പം അത് കേട്ടാൽ തന്നെ നമുക്കറിയാം എത്രമാത്രം ഡേഞ്ചറസ് ആണ് ഈ ഒരു ലൊക്കേഷൻ. തന്നെയല്ല ഇവിടെയുള്ള നമുക്ക് കയറാൻ പറ്റുന്ന സമയം ഏകദേശം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നത് 4 മണി വരെയുള്ള ഒരു സമയം മാത്രമേ അവർ ടിക്കറ്റ് എടുക്കാനായിട്ട് അലൗഡ് ആയിട്ടുള്ളൂ. കാരണം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാട്ടുമൃഗങ്ങളും ആനകളും ഇവിടെ തന്നെ നമുക്ക് കാണാം. കോഷൻ വൈൽഡ് ആനിമൽസ് ഒക്കെ ഇറങ്ങുന്ന ഒരു സമയമാണ്. ഒരു വൈകിട്ടായി കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഇരുട്ടി കഴിയുമ്പോൾ നമുക്ക് ഇത് മൊത്തത്തിലൊരു കാടിന്റെ നടുക്കുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പം ആനകളൊക്കെ പല മൃഗങ്ങളും ഈ ഇതിൽ വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട് ആ സമയത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കഴിവതും ആൾക്കാർ ടൂറിസ്റ്റിന്റെ എൻട്രി അത് കഴിഞ്ഞത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 4 മണിക്ക് മുന്നേ കഴിവതും നിങ്ങൾ എത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ടിക്കറ്റ് എടുക്കാനും കയറാനും എല്ലാ സ്ഥലങ്ങളൊക്കെ
സാവധാനം കണ്ട് ആസ്വദിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് മോർണിംഗ് സമയമാണ്. മോർണിംഗ് ചെറിയ വെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ തൊപ്പിയൊക്കെ കരുതിയിട്ടുണ്ട്. എൻട്രിയിൽ നിന്ന് തന്നെ അവിടുത്തെ സെക്യൂരിറ്റീസൊക്കെ നമ്മളോട് പറഞ്ഞു നല്ല വെയിലുണ്ടാവും, കുറച്ചധികം നടന്ന് നമ്മൾ അവശതയിലെത്തും, അതുകൊണ്ട് തന്നെ കുപ്പി വെള്ളം വാങ്ങിച്ചു പോയിക്കോളാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കുപ്പി വെള്ളമൊക്കെ കയ്യിൽ കരുതിയിട്ട് ഞങ്ങൾ പയ്യെ നടക്കുകയാണ്. വെയിലൊക്കെ ഏറി തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഒരു തൊപ്പിയും കൂടെ വെച്ചിട്ട് മുന്നോട്ട് പോയത്. കണ്ടോ, നമുക്ക് ഇവിടുന്നേ കാണാൻ പറ്റും അവിടെ പുഴകൾ ഈ കല്ലുവഴി കയറി ഇറങ്ങുന്നത്. കഴിഞ്ഞ ഇവിടെ വന്നപ്പോൾ ഇത് ഫുള്ള് ഓൾമോസ്റ്റ് ഈ കല്ലുകളൊന്നും കാണാത്ത പോലെ വെള്ളം ഉണ്ടായിരുന്നു. നല്ല ഒഴുക്കിലായിരുന്നു വെള്ളം പൊക്കോണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ ഈ കല്ലുവഴിയെല്ലാം കയറി ഇറങ്ങി നമുക്ക് ഈ പുഴ ക്രോസ് ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തി നല്ല അധികം വ്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ എൻട്രി ഒക്കെ എന്ത് രസമാണെന്നറിയോ, ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പില് വളഞ്ഞ് നമുക്ക് നല്ലൊരു വെൽക്കം തന്നുകൊണ്ടാണ് എല്ലാ മരവും ഇരിക്കുന്നത്. ഈ ചെറിയ ചീവീടിന്റെ ഒച്ചയും കുഞ്ഞു കുഞ്ഞു കിളികളുടെ ഒച്ചയൊക്കെ നല്ലപോലെ നമുക്ക് കേൾക്കാൻ പറ്റും ഇതിന്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത്. നല്ല രസമുണ്ട്. ഞങ്ങൾ അങ്ങനെ നടന്ന് അവസാനം നമ്മുടെ പാണേലിപ്പൂരിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് മെയിൻ നമ്മൾ നടന്ന് ഉള്ളിലേക്ക് പോകേണ്ട പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് തന്നെ പുഴയുടെ സൈഡിൽ വഴി നമുക്ക് ചെറിയൊരു ബോർഡർ ലൈൻ പോലെ അവരിങ്ങനെ കെട്ടിയിട്ടുണ്ട്. മുകളിൽ ഇവർ നല്ല രീതിയിൽ ഒരു ഹട്ട് പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ്, എനിക്ക് നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ മരത്തിന്റെ തടിയുടെ ഒരു ചെറിയ ഗോവണി പോലെ ഇവിടെ ഇവര് കെട്ടിയിട്ടുണ്ട്. അതുവഴി നമുക്ക് പിടിച്ച് ഇതിന്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ പുഴയുടെ വ്യൂ ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാം. അറ്റ് എ ടൈം ഒരാൾ കയറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതിപ്പം എത്ര ബലത്തിലാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും കുറച്ച് സേഫ്റ്റിക്ക് അറ്റ് എ ടൈം ഒരാൾ മാത്രം കയറുക. അയ്യോ, നല്ല രീതിയിലാണ് കേട്ടോ ഇവരിവിടെ. നല്ല എനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ല നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇതിൻ്റെ എല്ലാ പാട്ടും ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്നാണ് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുന്ന് നേരെ നോക്കി അപ്പുറത്ത് ആ പുഴ, ആ കല്ലുകളുടെ ഇടയ്ക്ക് കൂടെ ആ പുഴ ഒഴുകി പോകുന്നതും ഇപ്പുറത്തെ സൈഡ് ആ കുറ്റിക്കാടിൻ്റെ ഒരു അന്തരീക്ഷവും നല്ല രസമുണ്ട്. ഇവിടെ ഒരു ഫുൾ ഡേ ഇരുന്നാലും എനിക്ക് നല്ല ഹാപ്പിയാണ്. നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. കൊള്ളാം, സൂപ്പർ. അവിടെ നിന്ന് ആ പുഴ ഒഴുകി വരുന്നതിന്റെ നല്ല ഒച്ച കേൾക്കുന്നുണ്ട്. മുളയും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ചെറിയൊരു ഹട്ടാണ് കേട്ടോ ഇത്. ഫോട്ടോഷൂട്ടും അങ്ങനെ ഫോട്ടോ പ്രേമികൾക്കും അല്ലെങ്കിൽ പോസ്റ്റ് വെഡിങ് ഷൂട്ടോ വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഷൂട്ട്സ് ഒക്കെ നടത്താനായിട്ട് പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ്. നല്ല ഇതേപോലെ രണ്ട് പോയിന്റിൽ ഇങ്ങനെ രണ്ട് സൈഡിലേക്കായിട്ട് നിന്നും അങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് നിന്നിട്ടും ഒക്കെ നല്ല പോസുകൾ എടുത്ത് ഫോട്ടോ എടുക്കാവുന്നതാണ്. ഇത് ഏകദേശം ഇപ്പോൾ മണി 12 മണി ആയിട്ടുണ്ട്. നട്ടുച്ച സമയമാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു നല്ല കൂളാണ് കേട്ടോ. പുറത്തേക്ക് നോക്കിയാൽ നമുക്കറിയാം നല്ല വെയിലടിക്കുന്നുണ്ട് അവിടെ. പക്ഷെ ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല കുളിർ, നല്ല തണുത്ത ഒരു കാറ്റും ഒക്കെ കൂടെ ആയിട്ട് നല്ലൊരു ഫീലിംഗ് ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ചിലയിടത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ നടക്കുന്ന സമയത്ത് അറിയാം ടക്ക് 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 എന്തെങ്കിലുമൊക്കെ ഒച്ച വെക്കുന്നത്. പക്ഷെ ഇത് നമുക്ക് സാധാ ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ കയറിയ നല്ലൊരു സ്ട്രോങ് ഫീലിംഗ് ഇല്ലേ, ആ ഒരു ഫീലിംഗ് തന്നെയാണ് എനിക്കിവിടെ നിന്നിട്ട് നോക്കുന്നത്. നല്ല സ്ട്രെങ്തിലാണ് ഇവരിവിടെ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ട്രീ ഹട്ടിൽ നിന്ന് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കാൻ ഞാൻ പറഞ്ഞ പോലെ സൂപ്പർ ലൊക്കേഷനാണ് കേട്ടോ. പക്ഷെ നമുക്ക് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു 500 രൂപ സെപ്പറേറ്റ് ആവും. അത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും നമ്മൾ കിടിലൻ ഫോട്ടോസ് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടുന്ന് വേണം നമ്മൾ മെയിൻ കല്ലും പുഴയും ഒക്കെ കാടുകൾ താണ്ടി മലകൾ താണ്ടിയൊക്കെ നമ്മൾ ക്രോസ് ചെയ്ത് അങ്ങ് പോവാൻ. അപ്പൊ ഇന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്നത് കുറച്ച് റിസ്കിയാന്ന് തോന്നുന്നു. നോക്കിയിട്ട് തന്നെ പേടിയാവുന്നുണ്ട്. കാരണം ഇതിന്റെ കുത്തനെ ഇരിക്കുന്ന ഗോവണികൾ നമുക്ക് ഇത് നേരെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരിടത്തുനിന്ന് സപ്പോർട്ട് കിട്ടും. ഒരു കൈ ഇവിടെയും പിടിച്ചിട്ട് നമുക്ക് കയറി വരായിരുന്നു. പക്ഷെ തിരിച്ച് താഴേക്ക് നോക്കുമ്പോൾ ഒരു നെഞ്ചിലൊരു ബെല്ലയുണ്ട്. ആക്ച്വലി താഴേക്ക് ഇറങ്ങാനേ ഇവിടെ ഒരു സൈഡിലാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല സേഫാണ്, നല്ല രീതിയിലാണ് ഇവരിവിടെ കെട്ടിയിട്ടുള്ളത്. അപ്പം പയ്യെ നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഒന്ന് തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നമ്മൾ താഴേക്ക് സ്മൂത്ത് ആയിട്ട് അങ്ങനെ ആയിക്കോളും.
ഒരു കൈ നമുക്ക് ഈ ഗോണിയെ തന്നെ പിടിക്കാം. മറ്റേ കൈ ഇപ്പുറത്തെ സൈഡില് ഈ ഒരു ഈ കമ്പിലും പിടിച്ചിട്ട് നമുക്ക് പൈക്ക് ഇറങ്ങി രക്ഷിക്കണം. എന്നിരുന്നാലും കൂളായിട്ട് താഴോട്ട് അങ്ങ് ഇറങ്ങി പോകാൻ പറ്റുന്നതല്ല. അത്യാവശ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നേരെ പടക്കമെന്ന് പറഞ്ഞ് താഴെ കിടക്കും. അങ്ങനെ ഞാൻ താഴെ എത്തി. ഓ ചേച്ചി മുന്നേ തന്നെ വാണിങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും അല്ല, മുന്നോട്ട് കുറച്ചധികം നടക്കാനുണ്ടെന്ന്. അപ്പം നമുക്ക് ഇവിടെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാനില്ല, നമുക്ക് നേരെ മുന്നോട്ട് നടക്കാം. 2005 ശരിക്കും ഈ ഒരു പ്ലേസ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയത്. അന്ന് തൊട്ടേ ഇവിടെ നല്ല ആൾക്കാരും തിരക്കും ഒക്കെ ഉണ്ട് കേട്ടോ. അതിനു മുന്നേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് ഇത്. ഈ പറഞ്ഞ പോലെ കുറച്ച് ആവേശം കൂടിയ ചെറിയ യൂത്ത് പിള്ളേരൊക്കെ ഇറങ്ങി കല്ലുകൾ കൂടെ ചാടി ചാടി ഇറങ്ങി കുറച്ചധികം ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ സെക്യൂരിറ്റീസ് ഇവിടെ എല്ലാ പോയിന്റിലും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഞങ്ങളിപ്പോൾ കാണിച്ച ആ ഒരു ലൊക്കേഷനിലാണ് കൂടുതൽ ആക്സിഡൻസും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ അവിടേക്ക് ഇറങ്ങുന്നത് വിലക്കിക്കൊണ്ട് ഒരു ചെറിയ ഒരു ബാൽക്കണി പോലെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു കോഷൻ ബോർഡും വെച്ചിട്ടുണ്ട്, ഇവിടെ നീന്താൻ പാടില്ല എന്നുള്ളത്. നീന്താനായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൊക്കേഷൻ അപ്പുറത്തേക്കുണ്ട്. അപ്പോൾ കുറച്ച് മുന്നോട്ട് നടന്ന് കുളിക്കാനും വെള്ളത്തിലിറങ്ങാനും ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ആ ഒരു പോയിന്റിൽ വെള്ളത്തിലിറങ്ങാവുന്നതാണ്. തണലത്ത് റെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റിയ നല്ല ഒരു സ്പോട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ചെറിയ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ നല്ല താഴ്ത്തിയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ കുഴപ്പമില്ല, എൻ്റെ വെയിറ്റ് താങ്ങിക്കോളും എന്ന് തോന്നുന്നു. ഈ ഊഞ്ഞാലിന് എന്താ ചെറിയൊരു ഇളക്കം, ഒരു ദിശയില്ലാതെ ആടുന്ന ഒരു ഊഞ്ഞാൽ പോലെ. ഉണങ്ങിയ മരം ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ താഴെ വീഴും, കുഴപ്പമില്ല. പക്ഷെ ഇത് നല്ല പച്ചമരമാണ്, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആട്ടം ഉണ്ടെങ്കിലും നല്ല രീതിയിൽ ഭംഗിയായിട്ട്. ഇപ്പം കുറച്ച് കാലിന് നീളമൊക്കെ ഉള്ളവർക്ക് പറ്റിയ രീതിയിൽ ഹൈറ്റിലുള്ള ഊഞ്ഞാലൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ വെയിൽ കൂടും തോറും ഇത് ക്രോസ് ചെയ്ത് പോകാനായിട്ട് നല്ല പാടാണ്. സോ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിവതും എൻ്റെ റൂട്ട് മാപ്പേ തെറ്റിപ്പോയി, ഞാൻ ഏതാണ്ട് ഇല്ലാത്ത വഴി കൂടെ കയറിപ്പോയി. അപ്പോൾ ആക്ച്വലി ഈ കെട്ടിയേക്കുന്ന വഴി പോലെ അറേഞ്ച് ചെയ്തേക്കുന്ന ഇവിടെയാണ് നമ്മൾ നടന്നു പോകേണ്ടത്. ഇവിടെ തന്നെ ഒരു പാത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ കൂടെ എങ്ങോട്ട് പോയതാണോ. സ്പോട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ വെയിലേറുന്ന ആ ഒരു ലൊക്കേഷനിൽ ആദ്യം തന്നെ പോയി കണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മരമൊക്കെ ഉള്ളതുകൊണ്ട് വെയിൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ ആ സ്പോട്ടിൽ പോയി കണ്ടിട്ട് തിരിച്ചു വരുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ മൊത്തത്തിൽ വെയിലിൻ്റെ ചൂടും ഈ പാറകളൊക്കെ കൂടെ വെയിലടിച്ച് ചൂടാവുന്നതിൻ്റെ ചൂടും ഒക്കെ കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റൂല, ക്ഷീണിച്ചു പോകും കേട്ടോ. ഇവിടെയൊക്കെ വഴിയിൽ ഇവരൊരു ആരോ ഇട്ടിട്ടുണ്ട്, ഈ വഴിയാണ് പോകേണ്ടത് എന്നുള്ളത്. ചെറിയ നാരോ പാത്താണ് കേട്ടോ ഇവിടെ. അപ്പം അങ്ങോട്ട് പോകുന്ന കുറച്ചിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളൊന്ന് സൈഡ് ഒതുങ്ങി കൊടുക്കണം. അതായത് അത്ര നാരോ റൂട്ടാണ്. ചെറിയ കല്ലും ചെറിയ കുഞ്ഞു കുഞ്ഞു പാറക്കൂട്ടങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ചെറിയൊരു പാത്താണ് ഇത്. ഇളം വെയിലും ഈ ഇലകളിൽ കൂടെ തട്ടി തീഷ്ണത കുറഞ്ഞു വരുന്ന വെയിലിന്റെ ചൂടും അങ്ങനെയൊക്കെ കൊണ്ടിട്ട് ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. കാടിന്റെ നടുക്ക് കൂടെ ആയതുകൊണ്ട് നമ്മളെ ഈ പറയുന്ന ടൈം ലേറ്റ് ആവും തോറും ഇവിടുത്തെ കുറച്ച് ഇരുട്ട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ കിട്ടാനായിട്ട്, നല്ല ഫോട്ടോസ് കിട്ടാനായിട്ട് പാടായിരിക്കും. അപ്പം നല്ല ലൈറ്റിംഗ് ഉള്ള സമയത്ത് തന്നെ നിങ്ങൾ വന്ന് കണ്ടിട്ട് പോവുക. നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ അവിടെ ആ സെക്യൂരിറ്റി പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു മാന് വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നെന്ന്. അതേ നമുക്കറിയാം ഇവിടെ വരുന്നവർ മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഒട്ടും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ വന്ന് കണ്ട് ആസ്വദിച്ച് പോകുന്നവരായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ മൃഗങ്ങൾ ഇത്ര സേഫ് ആയെന്ന് മനസ്സിലാകാതെ ഇങ്ങോട്ട് വരുമോ. മമ്മിക്ക് എന്താ തോന്നുന്നത് ഇതിൽ കൂടെ നടന്നിട്ട് എങ്ങനെയുണ്ട്, എന്താണ് എക്സ്പീരിയൻസ്? നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല കുളിർമയും കാടിന്റെ നല്ല തണുപ്പും കളകളാരവങ്ങളും നല്ല അടിപൊളി സ്പേസ് ആണ് ഇവിടെ. എല്ലാവരും വരിക എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. നല്ല സ്പേസ് ആണിത്. അപ്പൊ മമ്മിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല ലൊക്കേഷൻ ആണ് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു പാലം ഉണ്ട്. അങ്ങനെ 3 പാലം ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പുഴകൾ പോരടിക്കുന്ന പോയിന്റിലേക്ക് എത്തുന്നത്. പാലം കണ്ടു കേട്ടോ, നമ്മുടെ ഒരു കുഞ്ഞിക്ക പാലം ഉണ്ട് അവിടെ. അപ്പൊ ഇപ്പൊ വെള്ളം കുറവാണെങ്കിൽ പോലും
മാക്സിമം ഡേഞ്ചർ അവോയ്ഡ് ചെയ്യാനായിട്ട് അവർ അവിടെ ക്രോസിങ്ങിന്റെ ഒരു പാലം ആക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ കുഴികളും ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പം മഴ കയറിയിട്ട് വെള്ളം ഫുള്ള് കവർ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഈ പറയുന്ന ചെറിയ കുഴികളൊന്നും കാണത്തില്ല. അപ്പൊ കാല് തെറ്റി അതിലേക്ക് കയറി കാല് കുടുങ്ങി അങ്ങോട്ട് വീഴുമ്പോഴത്തേക്കും പിന്നെ ശക്തിയുള്ള ഒഴുക്കില് നമ്മൾ അങ്ങ് ഒഴുകി പോകും. അപ്പൊ അത് നല്ല ഡേഞ്ചറസ് ആണ്. ഈ പാലം, അതായത് എന്നാണേലും അവർ ഈ പാലം ഓപ്പൺ ചെയ്യുന്നത് ക്രോസ് ചെയ്യാനായിട്ട് വെള്ളം അധികം ഇല്ലാത്ത സമയത്ത് മാത്രമേ അവരെന്നാണേലും ഇത് ഓപ്പൺ ആക്കി വിടുന്നത്. നമുക്ക് അവിടെ എൻട്രൻസ് കണ്ട പോലെ തന്നെ ഇവര് ആരോ ഇട്ടിട്ടുണ്ട്, ഈ വഴിയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടതെന്ന്. അവിടെ ഇങ്ങോട്ട് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഏത് വഴിയാ പോകേണ്ടതെന്ന് ഈ ആരോ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പാറക്കൂട്ടങ്ങളും അതിലെല്ലാം കയറി ചവിട്ടി കയറുന്ന പോലെ തന്നെയാണ്, എല്ലായിടും ഒരുപോലെ തന്നെ ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ എന്ന് നോക്കി ഒരു കൺഫ്യൂസ് ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കണം ഇവിടെ കൂടെ കടന്ന് ആ പാലം വഴി കയറി അങ്ങ് പോവുകയാണ്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ, ഭയങ്കര രസമായിട്ട്. ഒരു ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് ഇതിപ്പം. ആ വഴി നേരെ നമ്മൾ കയറി വന്ന പാലത്തിൽ കൂടെ കയറി ഈ പറയുന്ന ആരോകളൊക്കെ ഉള്ള വഴി കൂടെ നമ്മൾ കടന്ന് ഈ പാലവും ക്രോസ് ചെയ്ത് അവിടേക്ക് അവർ വീണ്ടും ഒരു ഡീവിയേഷൻ കാണിച്ചിട്ടുണ്ട്. അവിടെ സ്റ്റോപ്പ് ചെയ്യടാ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവരിവിടെ പാത്ത് അറേഞ്ച് ചെയ്തേക്കുന്നത്. അവിടുന്ന് ചേട്ടൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആ വഴിയാണ് അങ്ങോട്ട് പോകേണ്ടതെന്നുള്ളത്. അപ്പൊ എല്ലാ സ്പോട്ടിലും അവര് സെക്യൂരിറ്റീസ് ഉണ്ട്. ഇത് ആനകൾ കയറി വരുന്നുണ്ടോ നല്ല തെളിവാണ് കേട്ടോ. ഇതുണ്ടോ ആനപ്പിണ്ടൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ആനകളൊക്കെ മൃഗങ്ങളൊക്കെ കയറി ഇറങ്ങുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ്. എന്നാലും പറഞ്ഞ പോലെ കാടിന് നടുക്കായതുകൊണ്ടേ എപ്പോഴാണ് ഇവർക്ക് മൃഗങ്ങളൊക്കെ കയറുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അപ്പം അതിപ്പോ ഏതാണേലും ഡേഞ്ചർ ഉള്ള സമയത്ത് ഫോറസ്റ്റ് ഗാർഡൊക്കെ ഉണ്ട്. അപ്പം ആ സമയത്ത് നമുക്ക് എന്നാണേലും അലേർട്ട് തരും. ഈ കുഴികളൊക്കെ കണ്ടോ, ഇത് ശരിക്കും ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ. വെള്ളം വറ്റിയിരിക്കുന്ന ഈ ഒരു സമയം ആയതുകൊണ്ടാണ് നമുക്കിതൊക്കെ ഇത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. വെള്ളം നല്ല ഒഴുക്കുള്ള സമയത്ത് ഇതൊക്കെ ഫുള്ള് കംപ്ലീറ്റ് കവർ ആയിരിക്കും. ഇതിലെ വഴി കയറുക, എവിടെയാണ് കല്ല് എവിടെയാണ് വെള്ളം എന്നൊന്നും അറിയത്തില്ലാത്ത വണ്ണം ഫുള്ള് വെള്ളം കൊണ്ട് മൂടിയിട്ടായിരിക്കും ഉള്ളത്. അപ്പം അത് ആ ഒരു സമയത്താണ് കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥ. നല്ല കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഇരുന്ന് നല്ല പോലെ തണലത്ത് വെയിൽ കൊണ്ട് തളർന്നു വരുമ്പോൾ ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ കയറി ഇരുന്നിട്ട് ഒന്ന് കൂളായി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഫെർദർ അങ്ങോട്ട് നടക്കാമെന്നാ. അപ്പോൾ ഇതൊക്കെ ഇവിടെ വന്നാണ് കൂടുതൽ ആൾക്കാർ റെസ്റ്റ് ചെയ്യുക. കാരണം നമുക്കറിയാം അങ്ങോട്ടുള്ള ഒറ്റ മരങ്ങളില്ല. ഇവിടെ ചെറിയ മുളക്കൂട്ടം ഇവിടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു തണലും കൂടെ വരുമ്പോഴത്തേക്കും നല്ല രസമുണ്ട്. അവിടെ ഇവിടെ ഒക്കെ പാറക്കൂട്ടങ്ങൾ ചാടി നമുക്ക് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രസമാണ്. എല്ലായിടത്തും ഉണ്ട്. നമുക്ക് വന്ന ടൈം ചിലർക്ക് തോന്നും നമ്മുടെ ടൈം ശരിയല്ലായിരിക്കും, കാരണം നമുക്ക് അധികം വെള്ളമോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഏത് സമയത്താണ് ആണേലും അതിൻ്റെതായ ഭംഗിയുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡേഞ്ചർ ഒളിഞ്ഞിരിക്കുന്ന സ്പോട്ടുകൾ നമുക്ക് ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് കാണാനായിട്ട് പറ്റും. ചെറിയ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഈ കല്ലുകളുടെ പാറക്കൂട്ടങ്ങളുടെ ഇടയ്ക്ക് കൂടെ പോകുന്നുണ്ട്. മുന്നേ നമ്മൾ കേട്ടതുപോലെ അല്ല ഈ പുഴയുടെ വെള്ളം ചാടുന്ന വെച്ചാൽ കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും കേൾക്കാം. പുഴകൾ പോരടിക്കുന്ന സ്പോട്ടിലേക്ക് നമ്മൾക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഏകദേശം സ്പോട്ടിലെത്തി. ഇവിടെയാണോ അല്ലേ ചേട്ടാ പാലം 3 കൈവഴികളായിട്ട് വരുന്നത് വന്ന് ജോയിൻ ചെയ്യുന്നത് അല്ലേ? അവിടുന്നോ? ഇവിടുന്ന് വരുമോ? ഇവിടുന്ന് വരും അല്ലേ? ഇപ്പൊ ഒരെണ്ണം മാത്രമേ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പെരിയാറ്. പൂതത്താങ്കെട്ട് ഡാം. താമസക്കാരുണ്ട്. അവര് കാരണം മലയാറ്റൂരും വരാം, പൂത്താട്ട് വഴി. മലയാറ്റൂർ 17 താഴെയാണ് മലയാറ്റൂര്. പുഴകൾ പോരടിക്കുന്ന പോയിന്റിൽ നമ്മൾ അങ്ങനെ ലാസ്റ്റ് വന്നെത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് വന്നിരിക്കുന്ന ഈ ഒരു സമയം വെള്ളം കുറവായതുകൊണ്ട് തന്നെ ആ 3
പുഴകൾ ജോയിൻ ചെയ്യുന്ന നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് ഡിമാർക്ക് ചെയ്ത് കാണാൻ പറ്റത്തില്ല. ഈ പറയുന്ന പോലെ നമ്മൾ നേരെ ഇപ്പൊ വഴി, അതായത് ആ പുഴ ഒഴുകി വരുന്ന ആ ഒരു പോയിന്റിന്റെ റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് 2 കഴിവഴികളും കൂടെ വരുന്നുണ്ട്. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരുമ്പോഴാണ് ശരിക്കും ഇത് പോരടിക്കുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ കാമായിട്ടാണ് ഇവരിവിടെ. കൂടാനായിട്ടേ കൂട്ടുകാരില്ലാത്തതുകൊണ്ടാവാം കുറച്ച് കൂളായിട്ട് കാമായിട്ടാണ് ഇപ്പൊ ഇവര് പോകുന്നത്. അപ്പം 3 കഴിവഴി 3 പേരും കൂടെ വന്ന് ഒറ്റയടിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം കുറച്ചുകൂടെ മഴയുള്ള ഒരു സമയത്താണ് വരുന്നതെങ്കിൽ നല്ലപോലെ നമുക്ക് ഇവിടെ വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ ഇത്. ഇവിടെയൊക്കെ ഈ റെഡ് റിബൺ കെട്ടിയിട്ടുണ്ട്, ഡേഞ്ചർ ആണെന്ന് ഇവര് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല ആഴമായിരിക്കും കേട്ടോ വെള്ളത്തിന്. ഈ വരുന്ന പുഴകളെല്ലാം വന്ന് ജോയിൻ ചെയ്ത് അതിന്റെ ഫോഴ്സിൽ വന്ന് അടിച്ചു കഴിയുമ്പോഴത്തേക്കും ആ പോയിന്റിൽ നല്ല ഡെപ്തിൽ ആയിരിക്കും വെള്ളം ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ സാഹസികതയെ കാണിച്ച് ആരും ഇറങ്ങാനായിട്ട് ശ്രമിക്കേണ്ട. കാരണം എവിടെയാണ് ആഴമുള്ളത്, എവിടെയാണ് മരണം പതിയിരിക്കുന്നതെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോൾ എനിക്ക് വെയിലും കൂടെ ആയതുകൊണ്ട് എനിക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഒരു 4 മണിക്ക് ഇവിടെ ഈ സ്പോട്ടിൽ എത്തുന്ന രീതിയിൽ ഒരു അവിടുന്ന് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെ നടന്നു തുടങ്ങി. ഇവിടെ ഒരു 4 മണിക്ക് എത്തുന്ന ആ ഒരു അന്തരീക്ഷം, ആ ഒരു ടൈമിൽ എത്തുന്ന പോലെ നിങ്ങൾ വരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെയിലും ഉണ്ടാവത്തില്ല, നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് അപ്പം പോകാനായിട്ട് ഞങ്ങൾക്ക് പറയാം. 5 മണി വരെ ഉള്ള എന്നാണേലും ടൈം, അതിനുള്ളിൽ എന്നാണേലും വരണം. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് 4 മണി വരെ ഉള്ളൂ ടിക്കറ്റ് എടുക്കുന്ന സമയം. അപ്പം കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാനായിട്ട് പറ്റും. നല്ല തണുപ്പുണ്ടായിരിക്കും ആ പറയുന്ന ഈവനിങ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ടൈമിൽ. ഇപ്പം നമ്മൾ വന്നേക്കുന്ന നട്ടുച്ച സമയമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 12:45 അപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിച്ച് ഒരു അരമണിക്കൂർ എന്നാണേലും മാക്സിമം മതിയാവും നമ്മുടെ ആ സ്പോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. ഇത് പക്ഷെ കണ്ടിട്ട് ഇവിടെ വലിയ ആഴം തോന്നുന്നില്ലല്ലോ. ഇതുണ്ടല്ലോ. അയ്യോ അത് ശരിയല്ലേ. അപ്പൊ നല്ല ഒഴുക്കുള്ള സമയത്തെ നമ്മൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാല് വഴുതി വീഴുകയാണെങ്കിൽ വെള്ളത്തിന്റെ ഫോഴ്സിൽ നമ്മൾ അടിച്ചങ്ങോട്ട് വരും, നമുക്ക് കൺട്രോൾ കിട്ടൂല. ഇവിടെയൊക്കെയാണ് കൂടുതൽ ആക്സിഡന്റ്സും മരണങ്ങളൊക്കെ ഉണ്ടാകുന്ന പോയി. എങ്ങനെ എവിടെയാ അയ്യോ ഇതോ എന്റെ അമ്മേ. അയ്യോ ഇതിന്റെ കണക്ഷൻ ആയിട്ട് ഉള്ളിലേക്ക് ഒരു ഗുഹ പോലെ അങ്ങോട്ടുണ്ടല്ലേ. ആ നേരാട്ടോ, നല്ല ആഴാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇവിടേക്ക് വെച്ച് കഴിഞ്ഞാല് കിണറിനെക്കാട്ടിലും കിണറിന്റെ ആഴം എന്നാണേലും ഈ ഒരു കുഴിക്കുണ്ട്. അപ്പം കാല് വെടുത്ത് ഇവിടേക്ക് വീഴുകയാണെങ്കിൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. ഈ ഒഴുക്ക് നല്ലപോലെ ഒഴുക്കുള്ള സമയത്ത് കൂടെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഡേഞ്ചർ ആയിരിക്കും. അപ്പൊ ഈ കല്ലുണ്ടല്ലോ, കല്ല് നമ്മള് അരിയാട്ടുമാരി ഇങ്ങനെ കറങ്ങി വെള്ളം സ്ട്രോങ്ങിൽ കറങ്ങും. അരിയാട്ടുമാരി കറങ്ങി ഈ കല്ല് ചെറുതാവും, കുഴി ഇങ്ങനെ വലുതായി വരും. അങ്ങനെയാണ് ഈ കുഴി ഉണ്ടാവണേ, വലിയ കുഴി ഉണ്ടാവണേ. ഓ ഇത് വെള്ളം വരുന്ന സമയത്ത് ഇതിങ്ങനെ കിടന്ന് കറങ്ങും. അത് അങ്ങനെ ആ ഒരു ഇതില് കറങ്ങി ഉണ്ടായതായിരിക്കും അല്ലെ ഈ വട്ടം. എന്റെ പൊന്നെ, നമ്മളില്ലേ അരി ആട്ടുന്ന പോലെ നമ്മളെങ്ങാനും നല്ല ഒഴുക്കുള്ള സമയത്ത് ഇവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു ചമ്മന്തി ആയിട്ട് ജ്യൂസ് ആയിട്ട് ഇറങ്ങി വരാന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ പതിയിരിക്കുന്ന മരണ കിണറുകൾ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് ശരിക്കും. ഇതിന്റെ ഒരു ഭീകര ഒരു അന്തരീക്ഷമാണ് കേട്ടോ ശരിക്കും ഇത് കാണുമ്പോ. ആതിരമ്പള്ളി, മലയാറ്റൂര്. ചേട്ടൻ നമ്മളെ ഓരോ പതിയിരിക്കുന്ന ഓരോ മരണക്കുഴികൾ നമ്മുടെ ഒപ്പം നടന്ന് നമുക്ക് കാണിച്ചു തരുമായിരുന്നു. ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടൊക്കെ വരുന്നവർക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ പാണിയേലിപ്പോര്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള കൂൾ ആയിട്ടുള്ള ആംബിയൻസ് ആണ് ഇവിടെ. മുളങ്കൂട്ടത്തിന്റെ തണുപ്പും വെള്ളം അടിച്ചു വരുന്നതിന്റെ ഒച്ചയും ചെറിയ കിളികളുടെ കളകളാരവും
ഒക്കെ കേട്ട് ആ ഒരു ഭംഗിയും ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. നല്ല നട്ടുച്ച സമയമാണെങ്കിൽ പോലും ഈ മുളയുടെ ഒക്കെ ചുവട്ടിലിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ആ ഒരു വെയിലിന്റെ ചൂടോ കാഠിന്യം ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നല്ല ഒരു കാമായിട്ടുള്ള കൂൾ അറ്റ്മോസ്ഫിയർ ആണ്. കപ്പിൾസിനൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ലൊക്കേഷനാണ്, സൂപ്പർ സ്പോട്ടാണ്. ഇവിടെ ഏകദേശം 40-ലധികം സെക്യൂരിറ്റീസ് ഗാർഡ്സും ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് അവർ ചെറിയ ടെൻറ്റ് പോലെ ആക്കി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗാർഡും നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല സേഫ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഇപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കാനില്ല. എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സെക്യൂരിറ്റീസ് അലേർട്ട് തരും. എറണാകുളത്ത് ഇതുപോലെ ട്രിപ്പ് അടിച്ച് കാണാനും എൻജോയ് ചെയ്യാനും ഒക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് 1 ഡേ ട്രിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് ഈ പറയുന്ന പാണേലിപ്പൂര്. ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ മാറിയിട്ട് പാണൻകുഴി എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ കൂടെ ഉണ്ട്. ഇവിടെ വരുന്നവർ അതും കൂടെ കണ്ടിട്ട് പോകാറാണ് പതിവ്. അപ്പം പാണൻകുഴിയും കൂടെ ഈ പാണേലിപ്പൂര് കാണാൻ വരുന്നവർ പാണൻകുഴിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അവരുടെ ട്രിപ്പിൽ. എനിക്ക് നല്ലൊരു സ്പോട്ട് ഇവിടെ കിട്ടി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞൊഴഞ്ഞ് ഞാൻ ഇതിനകത്ത് കൂടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അയ്യോ, എനിക്ക് ഏറ്റവും നല്ല പോലെ ഇഷ്ടപ്പെട്ട ഈ ഒരു സ്പോട്ട്. നമുക്ക് ചെറിയൊരു ആർച്ച് പോലെ ഈ മുളങ്കൂട്ടങ്ങൾ ഇങ്ങനെ വന്ന് കവർ ചെയ്തിട്ടേ നല്ല പോലെ ഒരു ചെറിയ ഹട്ടിൻ്റെ ഫീലിംഗ് ഉണ്ട് ഇതിനകത്ത് കയറിയിട്ട്. അയ്യോ, നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ മുളങ്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് കൂടെ വല്ല പാമ്പോ ചേമ്പോ വന്ന് കുത്തിയാലേ എൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമായി. ഇതിൻ്റെ അങ്ങോട്ട് എന്തോ ഒരു വഴി കാണുന്നുണ്ട്, നോക്കട്ടെ അതുവഴി അപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോന്ന്. അയ്യോ, ഞാനിപ്പുറത്തെത്തി. നല്ല രസമുണ്ട്. ഞാൻ ഓർത്ത് അതിനകത്ത് സ്റ്റക്കായി പോകുന്ന. ഇതിനകത്ത് കൂടെ നമുക്ക് ഇപ്പുറത്തേക്ക് തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് തിരിച്ചെത്താം. അതിനകത്ത് കൂടെ കടന്നു വന്നാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ ചെറിയ മുളക്കൂട്ടങ്ങളും അതിൻ്റെ അടിയിൽ ചെറിയ പാറക്കൂട്ടങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് അതിനകത്ത് റെസ്റ്റ് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് കാട്. അത് ആതിരപ്പള്ളിയുടെ സൈഡാണ്. അപ്പം ആ കാടിനുള്ളിൽ നിന്നാണ് ആനകൾ ഈ പുഴ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കടന്നു വരും. അപ്പം നമ്മൾ കുറച്ച് മുന്നേ ഇങ്ങോട്ട് കണ്ടായിരുന്നു അവിടെ ആനപ്പിണ്ടം കിടക്കുന്നത്. അപ്പോൾ ആനകൾ വരുന്ന സമയത്ത് അവരൊരു കൂട്ടമായിട്ടാണ് വരിക സാധാരണ. അപ്പോൾ അത് വന്ന് ഇതൊക്കെ ക്രോസ് ചെയ്ത് നല്ല ആഴത്തിലുള്ള പുഴ ഇത് പാട്ടാണെങ്കിൽ പോലും അതൊക്കെ ക്രോസ് ചെയ്ത് ആനക്കൂട്ടങ്ങൾ അതൊക്കെ കടന്ന് ഉള്ളിലേക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്ന് വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഗാർഡ് നമുക്ക് മുന്നറിയിപ്പ് തരും കേട്ടോ. എത്ര ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഗാർഡ് അഡ്വാൻസ് ആയിട്ട് നമ്മളോട് പറയും, ഇവിടെ ക്ലിയർ ആവാനായിട്ട് പറയും. അപ്പം ആനക്കൂട്ടങ്ങൾ വന്ന് ടൂറിസ്റ്റിന് ഓരോ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ അവർ നമുക്ക് അഡ്വൈസ് മുന്നടിയായിട്ട് പറഞ്ഞിട്ട് എല്ലാ പ്രിക്കോഷൻസും നമ്മളെ കൊണ്ട് എടുപ്പിക്കും കേട്ടോ. അതുകൊണ്ട് കാടുണ്ടെന്ന് പറഞ്ഞാലും ഒന്നും പേടിക്കാനില്ല. നല്ല പോലെ കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഈ ഒരു ലൊക്കേഷനിൽ ഇങ്ങനെ വന്നിരുന്ന് നല്ല രീതിയിൽ ആസ്വദിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സ്പോട്ടാണ് കേട്ടോ. അയ്യോ, നല്ല അടിപൊളി കിടിലൻ ലൊക്കേഷൻ. നമുക്ക് ഇതിലെ വഴി ചെറിയ ചെറിയ ആൾക്കാർക്ക് ഇറങ്ങാനും കുളിക്കാനും ഒക്കെ പറ്റുന്ന ചെറിയ സ്പോട്ട് ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെയെല്ലാം ആയിട്ട് ഇവിടെയെല്ലാം നമുക്ക് ഗൈഡും ഉണ്ട്. ഇവിടെയൊക്കെ ചെറിയ തെന്നലുണ്ട് കേട്ടോ ഈ വെള്ളത്തിൻ്റെ പാറക്കെട്ടില്. അപ്പം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എന്നാണേലും നല്ല സൂക്ഷിച്ച് തന്നെ വേണം നമ്മൾ ഇതിലെ വഴി കടക്കാനും പാറമേ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ കേട്ടോ. അയ്യോ, ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ആഴമില്ലാത്ത പല പല ലൊക്കേഷൻസും പാണേലിപ്പൂരിന്റെ ലൊക്കേഷനിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ ചെറിയ ചെറിയ കൈവഴികൾ പോകുന്ന പല സ്പോട്ടുകളുണ്ട്. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇരിക്കുകയും വെള്ളത്തിൽ കാലിട്ട് കളിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന കുഞ്ഞു സ്പോട്ടാണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല തണുത്ത വെള്ളം. പക്ഷെ ഇവിടെ ഇപ്പം കാലിറക്കുമ്പോൾ തന്നെ അറിയാം ഈ പാറ നിറയെ പായലാണ്. നമ്മള് അത്ര എന്താ പറയാ കോൺഷ്യസ് അല്ലാതെ
പാറയെന്ന് ഒരു പാറയെന്ന് അടുത്തത്തിലേക്ക് കിടക്കുന്ന സമയത്ത് കാല് തെറ്റി, കാല് വഴുതി വീഴും, കാല് ഉൾക്കാനൊക്കെ ഉള്ള നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോ പാറക്കെട്ടിലും നല്ല ചവിട്ടുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള പാറയിൽ ചവിട്ടി കടന്ന് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒഴുക്ക് എന്നാൽ പിന്നെ അത്ര ഒഴുക്കില്ല ഈ സമയം. നമ്മൾ വന്ന സമയം വലിയ എന്താ പറയുക, ഒത്തിരി വെള്ളമൊഴുക്കില്ലാത്ത സമയം ആയതുകൊണ്ട് തന്നെ അത്ര ഭീകരമായ ഒരു വെള്ളം ഒഴുക്കല്ല ഇപ്പം ഇവിടെ ഉള്ളത്. നമുക്ക് ഇരുന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. ഇവിടെ എല്ലാം നല്ല പുഴയുടെ ഒച്ചയും കല്ലുമേൽ തെന്നി മാറി തെന്നി ഒഴുകി പോകുന്ന ആ വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ കേട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനേ നല്ല സുഖമുണ്ട്. അതിൻ്റെ ഒപ്പം വെയിലൊന്നും അടിക്കാത്ത രീതിയിൽ ഈ മരങ്ങളൊക്കെ ഈ പുഴയുടെ ഉള്ളിലേക്ക് നടുക്കേക്ക് ഇങ്ങനെ ചാഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു തണുത്ത ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ചുട്ട് പൊള്ളുന്ന വെയിൽ വരേണ്ട സമയമാണ്, ഉച്ച സമയം, നട്ടുച്ച സമയമാണ്. ഇപ്പം ഏകദേശം 1:45 എനിക്കിവിടെ വിട്ടു പോകാൻ തോന്നുന്നില്ല. ഓരോ സ്പോട്ടിൽ എത്തും തോറും നമുക്ക് ഈ പാനേരിപ്പൂരിൻ്റെ ഭംഗി വീണ്ടും വീണ്ടും കൂടി കൂടി വരാമെന്ന് തന്നെ വേണം പറയാൻ. അവിടെ ഇവിടെയൊക്കെ ഏതാണ്ട് കൊക്ക് നല്ല സൈലൻ്റ് ആയിട്ട് അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഗ്യാപ്പ് കിട്ടുമ്പോൾ ഗോളടിക്കാന്ന് പറയുന്ന പോലെ അവന് കിട്ടുന്ന തക്ക നോക്കി മീനെ കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കൊക്കും അവിടെ ഇരിപ്പുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ വെള്ളത്തിൽ ഇങ്ങനെ. നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പോണത് അറിയത്തേ ഇല്ല. ഈ വെള്ളത്തിൽ കുറേ പേര് അവിടെ ഇവിടെ പല ലൊക്കേഷനിലായിട്ട്, മമ്മി അവിടെ ഇരിപ്പുണ്ട്, പല പല ലൊക്കേഷൻസിൽ നമുക്ക് ഇതേപോലെ ടൂറിസ്റ്റിന് വന്ന് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടുകളുണ്ട്. അങ്ങോട്ടൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി വരുമായിരുന്നു എവിടെയാണ് ആൾക്കാർ കുറവുള്ളവിടത്ത് ഇറങ്ങാന്ന് വെച്ചിട്ട്. അപ്പം പലയിടത്തായിട്ട് പല കൂട്ടം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് പേര് അവിടെ കുളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, കുറച്ച് പേര് അങ്ങനെ ഫാമിലി ആയിട്ട് വരുന്നവരൊരു കൂട്ടം അവിടെ ഉണ്ട്. അപ്പോൾ എന്തെന്നാലും എല്ലാവർക്കും ഒരു കല്ല് എന്നാലും റിസർവ്ഡ് ആയിരിക്കും. കാരണം ഫ്രീ ആയിട്ട് നിങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് ഒത്തിരി സീറ്റുകൾ, പാറയുടെ സീറ്റുകൾ ഇവിടെ വേക്കൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണേലും ഇൻക്ലൂഡ്, നിങ്ങൾ എറണാകുളം ട്രിപ്പ് വരാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ പെരുമ്പാവൂരിന് വെറും 23-നുള്ളിൽ കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്ന ഈ പറയുന്ന പാണേരിപ്പൂരിൽ വന്നിട്ട് എൻജോയ് ചെയ്തിട്ട് പോകേണ്ടതാണ് കേട്ടോ. നല്ല സൂപ്പർ കിട്ടുള്ള ലൊക്കേഷനാണ്. ഇവിടെ എല്ലാം ഗാർഡുണ്ട്. നമ്മുടെ ഈ ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ സെക്യൂരിറ്റി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഏതെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ ചേട്ടന്മാർ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഏകദേശം 40-ഓളം സെക്യൂരിറ്റീസ് പല സ്പോട്ടിലായിട്ട് ഇവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചെറിയ ഒരു പടുതയൊക്കെ ഇട്ട് ചെറിയൊരു സീറ്റിങ്ങിൽ അവരവിടെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സാധിച്ചു തരാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റീസ് പല സ്പോട്ടിലുണ്ട്. ഈ കൊക്കാണോ അവൻ ഏതാണ്, നീർക്കാക്കയാണോ? നീർക്കാക്കയാണല്ലേ. എന്താണേലും അവൻ അവിടെ മീനെ പിടിക്കാനായിട്ട് നോക്കിയിരിക്കുക, ഗ്യാപ്പ് ഇട്ടിട്ട്. അങ്ങനെ പുഴകൾ പോരടിക്കുന്ന പാണേലിപ്പോരിന്റെ ഭംഗിയും തണലും ഈ വെയിലത്ത് കൂടെയുള്ള പാറമേലൊക്കെ ഉള്ള നടത്തമൊക്കെ ആസ്വദിച്ച് നമ്മള് ഈ പാണേലിപ്പോരിനോട് വിട പറയുകയാണ്. അങ്ങനെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ലൊക്കേഷനാണ് കേട്ടോ ഇത്. നമ്മുടെ ടൈം കുറച്ച് ശരിയല്ലായിരുന്നു, നമുക്ക് വന്ന് പോരടിക്കുന്ന അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയ്ക്ക് ഒളിഞ്ഞിരിക്കുന്ന മരണക്കിണറുകളും അങ്ങനെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പോട്ടുകളും ഒക്കെ ചേട്ടന് കാണിച്ചു തരാനും ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. വെള്ളം അധികമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കവർ ചെയ്ത് വെള്ളമായിരിക്കുമല്ലോ, അപ്പം അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പം ഒരു സൈഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വന്ന ടൈം വളരെ നല്ലതായിരുന്നു. ഇതേപോലെ ഒളിഞ്ഞിരിക്കുന്ന ഡേഞ്ചറൊക്കെ നമുക്ക് റിയൽ ആയിട്ട് കാണാനും പറ്റി. എന്നാൽ പിന്നെ കുറച്ചുകൂടെ മഴയൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം ഒഴുകിൻ്റെ ഭംഗി കുറച്ചധികം ആസ്വദിക്കാം. അപ്പം ഇനിയും ഇതേപോലെ നല്ല നല്ല സ്പോട്ടുകളും നല്ല ലൊക്കേഷൻസും ആയിട്ട് വീണ്ടും കാണുന്നതോടെ വരെ ജസ്റ്റ് സൈനിങ് ഓഫ്. Bye bye.